ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ.കെ. നാരായണൻ എഴുതിയ ദ ആൻറ്റിഡോട്ട്. ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. ഈ ഒരു വർക്കിൻ്റെ മേജർ തീം എന്ന് പറയുന്നത് സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം, അതുപോലെ ഹ്യൂമൻ സൈക്കോളജി. ഓക്കെ, ദിസ് വർക്ക് ഈസ് ഫുള്ളി wrapped in humor and irony. This story is mainly centered on the character ഗോപാൽ. അപ്പോൾ ഗോപാൽ എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്. His life is profoundly affected by the prediction made by an astrologer. സോ ഗോപാൽക്ക് അധികം ആസ്ട്രോളജറിൻ്റെ അടുത്തേക്ക് പോവുക, ലൈഫിനെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നോക്കുക എന്ന് പറയുന്നത് ഒരു ഫാസിനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഗോപാൽ വർക്ക് ചെയ്യുന്നത് ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, ഈ ഒരു ഡയറക്ടർ ഹീ ഈസ് പ്രിപ്പയറിങ് എ ന്യൂ പ്ലേ, പുതിയൊരു പ്ലേ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഗോപാലിന് ചെറിയൊരു റോളുണ്ട്, ഒരു ഡ്രാമാറ്റിക് സീനുണ്ട്. ആ ഒരു സീനിൽ ഗോപാൽ മരിക്കുന്നുണ്ട്, ഹി ഡൈസ്. സോ ഓൺ ദി സർഫേസ് ഹി നോസ് ദാറ്റ്, സോ ഗോപാലിന് അറിയാം എന്താണിത് ചെറിയൊരു റോൾ മാത്രമാണ്, ദിസ് ഈസ് നോട്ട് ഹിസ് ലൈഫ്. പക്ഷെ ഹവർ, സോ ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ഗോപാലിനൊരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഉണ്ടാവുന്നത്. കാരണം ഒരു ആസ്ട്രോളജർ അവനോട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് 49th ബർത്ത്ഡേ കാണാൻ ഗോപാൽ ഉണ്ടാവില്ല. ഹി വുഡ് നോട്ട് ലിവ് ടു സീ ഹിസ് 49th ബർത്ത്ഡേ. ഇനിയിപ്പോൾ 49th ഡേയിൽ സർവൈവ് ചെയ്താൽ പോലും ഇറ്റ് കുഡ് ബി ഹിസ് ലാസ്റ്റ് ഡേ. സോ ഈ ഒരു പ്രഡിക്ഷനും ഗോപാൽക്ക് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എപ്പം ഒരു കോൺസ്റ്റൻറ്റ് ഫിയറിലാണ് ഗോപാൽ പിന്നീടുള്ള ജീവിതം നയിച്ചത്. സോ ഈ ഒരു വേർഡ്സ് ഓഫ് ദിസ് ആസ്ട്രോളജർ ബിക്കം എ മെൻ്റൽ പോയിസൺ, ഒരു മെൻ്റൽ ട്രോമയായിട്ട് ഗോപാലിന് മാറുന്നുണ്ട്, ബിക്കോസ് ഓഫ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആസ് ഹിസ് 49th ബർത്ത്ഡേ അപ്രോച്ച്ഡ്. അറ്റ് ലാസ്റ്റ് ഓൺ ദ ഡേ ഓഫ് ഹിസ് 49th ബർത്ത്ഡേ, സോ പ്രസൻ്റ്ലി 49th ബർത്ത്ഡേ ആണ്, ഗോപാൽ ബിക്കംസ് വെരി ആങ്ഷൈറ്റി, ഫുൾ ഓഫ് ടെൻഷൻ ആൻഡ് ഓൾ. സോ ഈ ഒരു ഡേയിലാണ് ഗോപാൽ ഡെത്ത് സീന് പെർഫോം ചെയ്യേണ്ടത്. ഗോപാൽ ഇറാഷണലി ബിലീവ്സ് ദാറ്റ് acting his own death might actually cause his demise. സോ മരിക്കുന്ന പോലെ അഭിനയിച്ചാൽ മേ ബി ഹി വിൽ ഡൈ എന്നുള്ളൊരു ഫിയറാണ് ഗോപാലിന് ഉള്ളത്. സോ ഹവർ ഹി ഗ്യാദേഴ്സ് ദ കറേജ്, ഹി അപ്രോച്ചസ് ദ ഡയറക്ടർ ആൻഡ് റിക്വസ്റ്റിംഗ് എ ചേഞ്ച് ഇൻ ദ സീൻസ്. ഗോപാൽ വിചാരിക്കുന്നുണ്ട് ഡയറക്ടറിൻ്റെ അടുത്തേക്ക് പോവാം, അതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്യാം ഈ ഒരു സീന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഗോപാൽ ഡയറക്ടറിനോട് പറയുന്നുണ്ട്, എക്സ്പ്ലെയിനിങ് ഹിസ് സൂപ്പർസ്റ്റിഷൻ ആൻഡ് ഹോപ്പിംഗ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്പാഷൻ. ഡയറക്ടർ എന്ന് വെരി അൺസിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഡിസ്മിസ്സസ് ഗോപാൽസ് അബ്സേർഡ്. സോ ഗോപാൽസിൻ്റെ മണ്ടത്തരമൊന്നും കൂട്ടാക്കാറില്ല. ആൻഡ് ഹി ഫോഴ്സിങ് ഓർ ഹി ഇൻസിസ്റ്റിംഗ് ഗോപാൽ ദാറ്റ് യു ഷുഡ് പ്ലേ ദാറ്റ്. സോ ഇവിടെ നമുക്ക് ഒരു ഡയറക്ടറിൻ്റെ പപ്പറ്റാണ് ആക്ടർ എന്നുള്ള ആ ഒരു വ്യൂവും കൂടി നമുക്കിതിൽ എടുക്കാൻ പറ്റും. ഹവർ ഗോപാൽ ഈസ് ബിക്കം വെരി ടെൻസ്ഡ് ബിക്കോസ് ഓഫ് ദ റിയാലിറ്റി, ദ ആസ്ട്രോളജേഴ്സ് പ്രഡിക്ഷൻ ആൻഡ് അബൌട്ട് ഹിസ് പ്രൊഫഷണൽ ലൈഫ്. ഗോപാൽ റിയലൈസസ് ദാറ്റ് ഈ ഒരു സീന് ചെയ്തില്ലെങ്കിൽ മേ ബി ഇറ്റ് വിൽ എൻഡ് ഇൻ ലൂസിങ് ഹിസ് ജോബ്. സോ ജോബ് നഷ്ടപ്പെട്ടാൽ ഹി കനോട്ട് ലുക്ക് ആഫ്റ്റർ ഹിസ് ഫാമിലി, ബിക്കോസ് ഗോപാലിൻ്റെ ഫാമിലി മൊത്തവും ഗോപാലിൻ്റെ ഇൻകത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗോപാൽ ഫൈനലി വിചാരിക്കുന്നുണ്ട് ടു പെർഫോം ദ സീൻ ഡിസ്പൈറ്റ് ഹിസ് ഫിയർ. സോ ഫിയർ ഉണ്ടെങ്കിൽ പോലും ഐ വിൽ പെർഫോം ദ സീൻ. ആൻഡ് ഗോപാൽ സ്വയം പറയുന്നുണ്ട് ദാറ്റ് ഈ ഒരു സൂപ്പർസ്റ്റിഷൻ ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, ലൈക്ക് ഐ ഷുഡ് മൂവ് ഓൺ വിത്ത് മൈ ലൈഫ്. സോ ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തി ഗോപാൽ ഡെത്ത് സീന് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെത്ത് സീന് പെർഫോം ചെയ്യുന്ന സമയത്ത് പോലും ഗോപാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, വരാനുള്ളത് എന്തായിട്ടും വരും, ലൈക്ക് ഒരു ഹ്യൂമൻ ബീയിങ്സിന് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. To his surprise, he completed the performance കഴിഞ്ഞു without any incident, without anything. The day ends very uneventfully. സോ ഇതാണ് നമ്മളെ കഥേൻ്റെ എൻഡ് എന്ന് പറയുന്നത്. കാരണം ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു മാറ്ററിന് വേണ്ടിയിട്ടാണ് ഗോപാൽ ഇത്രത്തോളം ഫിയർ ആയത്. ഹിയർ ആർ.കെ. നാരായൺ എംപ്ലോയ്സ് വെരി ഹ്യൂമർ ആസ് എ നറേറ്റീവ് ഡിവൈസ്. ഒരു ഹ്യൂമറസ് വേയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്, ടു നാവിഗേറ്റ് ദ സീരിയസ് തീംസ് ഓഫ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് ഫിയർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.